തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് പ്രഭാസ്. പ്രഭാസ് നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ദ രാജാ സാബ്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രണയ ചിത്രമാണ് ഇത്. ദ രാജാ സാബിന്റെ ഗാനരംഗത്ത് മലയാളി നടി നയൻതാര ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ദ രാജാ സാബിന്റെ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഡിയോ റൈറ്റ്സ് ടി സീരീസിനാണ്. ദ രാജാ സാബിനെ കുറിച്ച് ടി സീരീസിന്റെ MD ഭൂഷൺ കുമാർ തന്റെ അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ചിത്രത്തിന്റെ കുറച്ച് രംഗങ്ങൾ കണ്ടു. ഹാർപോർട്ടർ വൈബാണ് അപ്പോൾ തനിക്ക് തോന്നിയതെന്നാണ് ഭൂഷൺ കുമാർ പറയുന്നത്. ഭൂഷൺ കുമാറിന്റെ വാക്കുകൾ പ്രഭാസ് ചിത്രത്തിന്റെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. രാജാ സാബിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മാരുതിയും ചിത്രത്തിൽ നായികയായി എത്തുന്നത് മാളവിക മോഹനുമാണ്. പഴയ ഒരു ഹിറ്റ് ഹിന്ദി ചിത്രത്തിലെ ഗാനം രാജാ സാബിൽ ഉപയോഗിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അമിതാഭ് ബച്ചന്റെ ഡോൺ എന്ന ചിത്രത്തിലെ ഗാനം റീമിക്സ് ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. തെലുങ്കിലെ പ്രേക്ഷകർക്ക് അനുയോജ്യമായി ബച്ചൻ ചിത്രത്തിലെ ഗാനം ഉപയോഗിക്കുമെന്ന് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നത് വ്യാജമാണെന്ന് തെളിഞ്ഞതായി പിന്നീട് ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ വ്യക്തമാക്കുന്നു. ഗാനത്തിന്റെ റീമിക്സ് റൈറ്റ്സ് ഇല്ലെന്ന് പ്രഭാസ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. നാഗശ്വൻ സംവിധായകനായ കൽക്കി എന്ന ചിത്രമാണ് പ്രഭാസിൻ്റെതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയത്. 1000 കോടി ക്ലബിലാണ് ചിത്രം ഇടം നേടിയത്. ദീപിക പദുക്കോണാണ് ചിത്രത്തിൽ നായികയായെത്തിയത്. പ്രഭാസിനെ കൂടാതെ ഉലക നായകൻ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി ഏടിയുടെ പ്രമേയമെന്ന് സംവിധായകൻ നാഗശ്വൻ വ്യക്തമാക്കിയിരുന്നു.